സ്നേഹപൂർവം നമ്മുടെ അഭിവന്ദ്യരായ നായകർ അവരെ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ ചടങ്ങുകൾ നമ്മുടെ വേദിയിൽ ആരംഭിക്കുന്നു. അജയ്യമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെ, ഈ നാടിന്റെ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത രാജ്യത്തെ അത്രമേൽ സംഭാവനകൾ ചെയ്ത മഹത്തായൊരു കുടുംബ പാരമ്പര്യത്തിന്റെ കണ്ണിയായി വയനാടിന്റെ ചരിത്ര മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ ലോക്സഭയിൽ ഈ നാടിന്റെ ശബ്ദമായി മാറിയ രാജ്യത്തിന്റെ പ്രിയങ്കരി, വയനാടിന്റെ പ്രിയങ്കരി, നമുക്കേറെ ആദരണീയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി MP ഈ മഹാസംഗമത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മഹത്തായ ഈ സംരംഭത്തിലെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്ന 51 സ്നേഹഭവനങ്ങളിലെ ഒരു ഭവനം പ്രിയങ്കരിയായ നമ്മുടെ MP സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേതാക്കൾ അവരോട് അനുഗമിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നതായിരിക്കും. പരസഹസ്രം രക്തസാക്ഷികളുടെ ചുടുചോരകൾ വീണലിഞ്ഞ ഇന്ത്യയുടെ ചരിത്ര മണ്ണിൽ അജയ്യമായൊരു ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കെട്ടിപ്പടുത്ത ഒരു കുടുംബത്തിലെ കന്യയായി പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി മതേതരത്വത്തിന്റെ മഹിത സംഭാവനകൾ ചെയ്ത് കുഞ്ഞോളങ്ങൾ കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്ത് സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായി രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ അംബാസഡറായ പാണക്കാട് കുടുംബത്തിലെ നമ്മുടെ അഭിവന്ദ്യരായ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊപ്പം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നമ്മുടെ അഭിവന്ദ്യരായ നേതാക്കൾക്കൊപ്പം നമ്മൾ നൽകുന്ന മുസ്ലിം ലീഗിന്റെ സ്നേഹമായ മുസ്ലിം ലീഗിന്റെ സ്നേഹ വീടുകൾ സന്ദർശിച്ച് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അഭിവന്ദ്യരായ ലീഡേഴ്സിന്റെ അനുഗമിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി MP നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. സ്നേഹപൂർവം, with much pleasure, heartily welcome our beloved MP Shrimati Priyanka Gandhi to the stage. പ്രിയമുള്ളവരെ, നമ്മുടെ ചടങ്ങുകൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മളെ പരിപാടി ഉടനെ തന്നെ തുടങ്ങുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗൾഫ് പശ്ചിമേഷ്യയിലൊക്കെ ഒരു വല്ലാത്ത അന്തരീക്ഷമൊക്കെ ഉള്ളത് കൊണ്ട് വളരെ ഷോർട്ടായി നമ്മളെ പരിപാടി ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ടെങ്കിലും ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന പ്രാർത്ഥനയെ നമ്മളൊക്കെ മനസ്സിലിപ്പോൾ പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഷോർട്ടായിട്ട് സലാം സാഹിബിൻ്റെ ഒരു വെൽക്കം, അത് കഴിഞ്ഞ് തങ്ങളുടെ ഉദ്ഘാടനം, പ്രിയങ്കാജി സംസാരിച്ച് പിന്നെ പരിപാടി തുടരും. ഫാത്തിഹ. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Arrahmanirrahim. Maliki yawmiddin. Iyyaka na'budu wa iyyaka nasta'in. Ihdinas siratal mustaqim, siratal ladzina an'amta 'alaihim ghairil maghdubi 'alaihim waladdallin. Alhamdulillahi rabbil alamin. Allahumma salli ala sayyidina Muhammadin wa ala ali sayyidina Muhammad. Allahumma barik lana fi ma ataytana wa barik lana fi jami'i umurina wa qina sharra ma qadayt. Rabbana zalamna anfusana wa illam taghfir lana wa tarhamna lanakunanna minal khasirin.
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. മഹാനായ കായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ കാലാതിജീയമായ ദർശനം സാക്ഷി കായിദുൽ ഖൗം ബാഫക്കി തങ്ങളുടെ സയ്യിദ് മില്ലത്ത് പൂക്കോയ തങ്ങളുടെ ആത്മീയ ഉത്കർഷം സാക്ഷി മഹാനായ സീതി സാഹിബിന്റെ കലർപ്പിലേശാത്ത ആശയ സമ്പുഷ്ടത സാക്ഷി മഹാനായ CHന്റെ സമർപ്പണവും സർഗധനതയും സാക്ഷി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നറുനില പുഞ്ചിരി സാക്ഷി ആറ്റപ്പൂ തങ്ങളുടെ നിശ്ചയദാർഢ്യം സാക്ഷി അഹമ്മദ് സാഹിബിന്റെ ആഗോള പൗരത്വ വൈശിഷ്ട്യം സാക്ഷി മുസ്ലിം ലീഗ് അത്ഭുതമാവുകയാണ്. ദ്രുതഭേദങ്ങൾ കനിഞ്ഞരുകിയ പാരിതോഷികങ്ങൾ ഏറ്റുവാങ്ങിയ നിത്യഹരിതമായ വയനാടിന്റെ മലമടക്കിൽ സഹ്യസാനുവിന് കീഴെ മുസ്ലിം ലീഗ് ചരിത്രം കുറിക്കുകയാണ്. വാക്ക് പാലിക്കുകയാണ്. കഷ്ടപ്പെടുന്നവന്റെ കരം പിടിക്കുകയാണ്. കാര്യം പഠിക്കുകയാണ്. കണ്ണ് തുടക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്. ഈ ചരിത്ര മഹാസംഗമത്തിന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം സാഹിബ് സ്വാഗതം ആശംസിക്കുന്നു. ആദരണീയരായ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നാട്ടുകാർ, ഏറെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ആദ്യ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ഈ വയനാടുണ്ടായ ദുരന്തത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ദുരന്തത്തിനിരയായ 87 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അതിൽ 51 കുടുംബങ്ങൾക്കാണ് നമ്മളിപ്പോൾ താക്കോൽ കൈമാറുന്നത്. ആ ദുരന്തത്തിൻ്റെ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2024 ജൂലൈ മാസം 30 ദുരന്തമുണ്ടായ അന്നു മുതൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്, ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ആദ്യ മിനിറ്റ് മുതൽ മുന്നിൽ നിന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അന്ന് പുലർച്ചെ ഈ വിവരം അറിഞ്ഞപ്പോൾ വയനാട്ടിൽ ആദ്യം ഓടിയെത്തിയത് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിരുന്നു. തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ പോഷക സംഘടനകളും ഇങ്ങോട്ടിറങ്ങി. അന്ന് ഈ വയനാട്ടിൽ വന്ന് തമ്പടിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ കുട്ടികൾ 43 ദിവസം ഇവിടെ അക്ഷീണം, ഊണില്ലാതെ, ഉറക്കമില്ലാതെ, വിശ്രമമില്ലാതെ പണിയെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ, ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ, രക്ഷാപ്രവർത്തനത്തിൽ തുല്യതയില്ലാത്ത സേവനമാണ് വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകർ കാഴ്ചവെച്ചത്. ഇവിടുത്തെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, അവരെ കൊണ്ടുപോയി ക്യാമ്പുകളിൽ താമസിപ്പിക്കാൻ ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് പുനരധിവാസ പ്രക്രിയയിൽ അംഗമാകാൻ, പാലിയേറ്റീവ് കെയർ കൊടുക്കാൻ, സ്കൂളുകൾ ശുചിയാക്കാൻ, അവരുടെ വീട്ടു സാധനങ്ങളൊക്കെ സംഭരിച്ചെത്തിക്കാൻ, ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാനൊക്കെ മുസ്ലിം യൂത്ത് ലീഗ് കൂടെ നിന്നു. മാത്രമല്ല, രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, നമ്മുടെ പാലിയേറ്റീവ് കെയർ, അവർക്ക് തുടർ ചികിത്സകൾ നടത്തിക്കൊണ്ടിരുന്നു. മരണപ്പെട്ടവരെ മറമാടാൻ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരാണ് 43 ദിവസം തുടർച്ചയായി ഇവിടെ നിന്നു. ശ്രീ PK ഫിറോസിൻ്റെയും ഫൈസൽ ബാഫക്കി തങ്ങൾ നേതൃത്വം നൽകുന്ന വൈറ്റ് ഗാർഡ് സിറാജ് എന്ന ക്യാപ്റ്റൻ്റെ കീഴിൽ തുല്യതയില്ലാത്ത, താരതമ്യം ചെയ്യാൻ കഴിയാത്ത സേവനങ്ങൾ ഇവിടെ നൽകി. പാർട്ടി അവർക്ക് പിന്തുണ നൽകി. നമ്മൾ ഈ പുനരധിവാസ പ്രവർത്തനം മാത്രമല്ല, ഒരുപാട് സേവനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. 691 കുടുംബങ്ങളാണ് ഈ ദുരന്തത്തിന് ഇരയായത് എന്നാണ് സർക്കാർ കണക്ക്. ആ സർക്കാരിൻ്റെ ലിസ്റ്റിലുള്ള 691 കുടുംബങ്ങൾക്കും 15,000 രൂപ വീതം ആദ്യ ഗഡുവായി ആശ്വാസധനം നൽകിയത് മുസ്ലിം ലീഗാണ്. ഇവിടെ ഉണ്ടായിരുന്ന 48 വ്യാപാരികൾ, അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നാകെ ഒലിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. ആ ഓരോ വ്യാപാര സ്ഥാപനത്തിനും 500,000 രൂപ വീതമാണ് മുസ്ലിം ലീഗ് പാർട്ടി നൽകിയത്. തൊഴിലുപകരണങ്ങളായ ഓട്ടോറിക്ഷയും ജീപ്പും സ്കൂട്ടറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് അവ വാങ്ങിച്ചു കൊടുത്തു മുസ്ലിം ലീഗ്. അന്ന് മുതൽ മുസ്ലിം ലീഗ് കർമ്മരംഗത്തുണ്ട്. അതിനുശേഷമുണ്ടായ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുണ്ട്. ക്യാമ്പുകളിൽ നിന്ന്
വാടക വീടുകളിലേക്ക് ഈ ആളുകൾ മാറുമ്പോൾ അവരോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, അവരുടെ വീട് വൃത്തിയാക്കി കൊടുക്കാൻ, അവർക്ക് ആശ്വാസം നൽകാൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, അവർക്ക് ചികിത്സ നൽകാൻ, അവർക്ക് പാലിയേറ്റീവ് കെയർ നൽകാനൊക്കെ യൂത്ത് ലീഗും നമ്മുടെ CH സെൻ്ററുകളും നമ്മുടെ ആംബുലൻസുകളും നമ്മുടെ PTH പ്രസ്ഥാനവുമൊക്കെ ഒറ്റക്കെട്ടായി രംഗത്ത് നിന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ അവസാന ഘട്ടമാണ് ഈ പുനരധിവാസ പ്രവർത്തനം. മുസ്ലിം ലീഗ് അന്ന് പ്രഖ്യാപിച്ചത് 105 ഇതിൻ്റെ നഷ്ടം പേറുന്ന 105 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കും എന്നാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം കേട്ട് ഞങ്ങൾക്ക് നല്ലവരായ മനുഷ്യർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ഗവൺമെൻറ് ഒരു ഭാഗത്തുനിന്ന് സഹായം ആവശ്യപ്പെട്ടിരുന്നു, മറ്റ് സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ സഹായവുമായി വന്നിരുന്നു. പക്ഷെ ജനങ്ങൾ കൈയഴിച്ച് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയെ പിന്തുണച്ചു. ഞങ്ങൾക്ക് പണം ഒഴുകി വന്നു. ഡിജിറ്റലായി ഓൺലൈനായി ഞങ്ങൾ ഉണ്ടാക്കിയ ആപ്പിൽ 36.5 കോടി രൂപയാണ് ഈ പദ്ധതിയിലേക്ക് ജനങ്ങൾ കൈയഴിച്ച് സഹായം ചെയ്തു. ഞങ്ങൾ പണി തുടങ്ങി. ഇവർക്ക് താൽക്കാലികമായി ഏതെങ്കിലും ഒരു ചെറ്റപ്പുര നിർമ്മിച്ച് കൊടുക്കാനല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്. ഇവരാരും പട്ടിണിപ്പാവങ്ങളായിരുന്നില്ല, ഇവരാരും ചെറ്റപ്പുരയിൽ താമസിച്ചവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന് ആവശ്യമായ വീടാണ് അവർക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്ലാൻ ഉണ്ടാക്കാൻ ആർക്കിടെക്റ്റിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തി. ലോകപ്രശസ്തനായ ഇന്ത്യ മുഴുവൻ വിദേശങ്ങളിൽ പോലും അറിയപ്പെടുന്ന ടോണി എന്ന ആർക്കിടെക്റ്റിനെയാണ് ഞങ്ങൾ അതിന് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം ആ ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് ഈ വീട് കാണുമ്പോൾ, ഈ വീടുകളുടെ സമുച്ചയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് മാത്രമല്ല, ഈ പ്രവൃത്തിക്ക് ഒരു പൈസ പോലും അദ്ദേഹം പ്രതിഫലം വാങ്ങിയിട്ടില്ല. ഈ പുണ്യപ്രവൃത്തിയോട് ചേർന്ന് നിൽക്കാനാണ് ശ്രീ ടോണി ജോസഫ് തയ്യാറായത്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തും. ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. വഴിയിൽ ആളുകളുടെ വാഹന ബാഹുല്യം കൊണ്ട് എത്താൻ കഴിയാതെ പോയതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ 3 ബെഡ്റൂമുള്ള 1060 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു വീടാണ് നമ്മൾ നൽകുന്നത്. 8 സെൻറ്റ് ഭൂമിയാണ് അതോടൊപ്പം അവർക്ക് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും മഹത്തായ ഒരു സ്ഥാപനം 105 വീടുകൾ പറഞ്ഞപ്പോൾ 51 ഇപ്പോൾ കൊടുക്കുന്നത്. ബാക്കി 54 അവസാനിച്ചു എന്ന അർത്ഥമല്ല. ആ 54ൻ്റെ പണി തൊട്ടപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാം. മെയ് ഇത് ഞങ്ങൾ ഫെബ്രുവരി 28 എന്ന് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 2 മാസം മുമ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഫെബ്രുവരി 28-ന് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ താക്കോൽ കൈമാറ്റം നടത്താൻ കഴിയും. അതുപോലെ തന്നെ മെയ് 31-ന് ബാക്കിയുള്ള 54-ൻ്റെയും താക്കോൽ കൈമാറ്റം നടത്താൻ കഴിയും എന്ന പൂർണ്ണ ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ജോലി ആരംഭിച്ചു കഴിഞ്ഞു. ഈ ജോലികളൊക്കെ ഭംഗിയായി നിർവഹിക്കുന്ന നിർമ്മാൺ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുഹമ്മദ് അലി സാഹിബ് സ്റ്റേജിലുണ്ട്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറഞ്ഞ തീയതിക്ക് മുമ്പായി പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറ്റം നടത്തിയ കമ്പനിയാണ് പ്രശസ്തമായ മഞ്ചേരിയിലെ നിർമ്മാൺ മുഹമ്മദ് അലി സാഹിബിൻ്റെ കമ്പനി. അതുപോലെ തന്നെ ഇവിടെ മറ്റ് കാര്യങ്ങൾ, വീടിനോടനുബന്ധിച്ചുള്ള ഈ റോഡ്, പ്രൊട്ടക്ഷൻ വാള്, മറ്റ് സൗകര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് മലബാർ കൺസ്ട്രക്ഷൻസ് അക്ബറാണ്. ആ അക്ബർ സാഹിബും അദ്ദേഹം ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിലേക്ക് കടന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മഹനീയത നിങ്ങൾക്ക് ബോധമായിട്ടുണ്ടാവും, മനോഹരിത നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഈ സ്വാഗതം ഭാഷണം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കാജിക്ക് പെട്ടെന്ന് മടങ്ങിപ്പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമാണ്. ആരോടെങ്കിലുമുള്ള മത്സരത്തിൻ്റെ ഭാഗമായോ ആരോടെങ്കിലുമുള്ള വാശി തീർക്കാനോ അല്ല മുസ്ലിം ലീഗ് പ്രവർത്തനം ഏറ്റെടുത്തത്. നേരത്തെയും ഇതുപോലുള്ള ഒരുപാട് പദ്ധതികൾ മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട്. നിലമ്പൂരിലെ കവളപ്പാറയിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ 10 വീടുകളാണ് മുസ്ലിം ലീഗ് അന്ന് അവിടെ ഏറ്റെടുത്ത് നടത്തി കൊടുത്തത്. കേരളത്തിനകത്തും പുറത്തുമായി 10,000-കണക്കിന് ബൈത്തുർ റഹ്മകൾ ഉണ്ടാക്കി കൊടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത് ആരോടുമായി മത്സരത്തിൻ്റെ പേരിലല്ല. ഏതായിരുന്നാലും കൃത്യസമയത്ത്
പറഞ്ഞ സമയത്തിന് മുമ്പായി തന്നെ ഈ 51 വീടുകൾ പൂർത്തിയാക്കുകയും അതിന് താക്കോൽ കൈമാറ്റം ഇപ്പോൾ നടത്തുവാൻ സഹായിക്കുകയും ചെയ്ത ഈ നാട്ടിലെ നല്ലവരായ എല്ലാ മനുഷ്യരോടും ഈ അവസരത്തിൽ കൃതജ്ഞത പറയുകയാണ്. ഈ അവസരത്തിൽ പരാമർശിക്കപ്പെടുന്ന ചില പേരുകളുണ്ട്. ദുരന്തമുണ്ടായ അന്നാണ് ഈ ദുരന്തമുഖത്ത് പ്രവർത്തിക്കാൻ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ, രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഒരു സബ് കമ്മിറ്റിയെ നിയമിച്ചു. ബഹുമാന്യരായ PK ബഷീർ MLA നേതൃത്വത്തിൽ ആ സബ് കമ്മിറ്റി അന്ന് മുതൽ ഇന്ന് വരെ ഒരു മിനിറ്റ് പോലും വിശ്രമമില്ലാത്ത ഭഗീരഥ പ്രയത്നത്തിലാണ്, തീവ്ര യത്നത്തിലാണ്. ബഹുമാനപ്പെട്ട മുൻ MLA സി മമ്മൂട്ടി സാഹിബ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിറോസ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമായ ജിഷാൻ, ബഹുമാനപ്പെട്ട PMA സമീർ, അതോടൊപ്പം ഈ വയനാട് ജില്ലയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് KK അഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അടക്കമുള്ളൊരു ടീമാണ് ഇവിടെ ഇതിന് നേതൃത്വം നൽകി പ്രവർത്തിച്ചത്. അവരോടുള്ള നന്ദി പാർട്ടി ഔദ്യോഗികമായി അവരെ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടോണിക്ക് ഇവിടെ ഉപഹാരം സമർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിനുള്ള കൃതജ്ഞത അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അറിയിക്കുകയാണ്. നിർമ്മാൺ കൺസ്ട്രക്ഷനെ പ്രതിനിധീകരിച്ച് പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹം ചെയ്ത, നിങ്ങൾക്കറിയാം, സെപ്റ്റംബർ 1-നാണ് തറക്കല്ലിട്ടത്. സെപ്റ്റംബറിലും ഒക്ടോബറിലും കനത്ത മഴയായിരുന്നു, ഇങ്ങോട്ട് കടന്നു വരാൻ പോലും പറ്റാത്ത സാഹചര്യം. എന്നിട്ടും 3-3.5 മാസം കൊണ്ട് ഗിന്നസ് റെക്കോർഡിൽ ചേർക്കേണ്ട വിധം 51 വീടുകൾ മനോഹരമായി പൂർത്തിയാക്കി തന്ന നിർമ്മാൺ മുഹമ്മദ് അലിക്കും അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകി അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത മലബാർ ടെക്കിൻ്റെ പ്രിയപ്പെട്ട അക്ബറിനുള്ള കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ തുടക്കത്തിൽ മറ്റുള്ളവർക്ക് കൂടി ആവേശമായി ഇതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സമ്മദ് ബാബു തിരുനാവായ, പ്രിയപ്പെട്ട അൻവർ ഒമാൻ ചീഫ്സ്, അതുപോലെ തന്നെ ഡോക്ടർ KT റബിയുള്ള, ഇവരെയൊക്കെ പ്രത്യേകം സ്മരിക്കുകയാണ്. ഈ ഞങ്ങളുടെ വാപ്പിലേക്ക്, ധനസമാഹരണ പദ്ധതിയിലേക്ക് കൈയഴിഞ്ഞ് സഹായിച്ച ഒരുപാട് ഉദാരമനസ്കരായ മനുഷ്യരുണ്ട്. വലിയ സംഖ്യ തന്നവരുണ്ട്, ചെയ്യാൻ കഴിയുന്ന ചെറിയ സഹായം ചെയ്തവരുണ്ട്. എല്ലാവരുടെയും സഹായത്തെ ഞങ്ങൾ വിലമതിക്കുന്നു. ഇനിയും അവരുടെ സഹായം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരുടെ സഹായങ്ങൾ പുണ്യകർമ്മമായി സർവശക്തനായ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് താക്കോൽ കൈമാറ്റം നിർവഹിക്കുന്നതും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതും ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. പറയാം, ഈ ദുരന്തമുണ്ടായ ആ നിമിഷം മുതൽ ഇതുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസവും ഞങ്ങളെയൊക്കെ വിളിച്ച് ഇതിൻ്റെ പുരോഗതിയും ഇതിൻ്റെ പ്രവർത്തനവും ആലോചിച്ചുകൊണ്ടാണ് തങ്ങൾ നടക്കുന്നത്. ഓരോ കാര്യത്തിലും തങ്ങളുടെ ശ്രദ്ധയുണ്ട്, തങ്ങളുടെ അഭിപ്രായമുണ്ട്, തങ്ങളുടെ നിർദ്ദേശമുണ്ട്. ഈ ചടങ്ങിന് പോലും തങ്ങളുടെ അഭിപ്രായമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. തങ്ങളോടുള്ള അഗൈതമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ആദരണീയനായ നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എല്ലാ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സംഖ്യ സംഭരിക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് മുന്നിൽ നിന്ന് എല്ലാ പിന്തുണയും നൽകിയത്, വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഫണ്ട് സമാഹരിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥി ഇവിടെയുണ്ട്. വി ആർ ഹോണേഡ് ബൈ യുവർ പ്രസൻസ് ഓവർ ഹിയർ. അവർ ബിലവഡ്, അവർ ഹോണറബിൾ MP of Wayanad, ശ്രീമതി പ്രിയങ്ക ജി. ഹെർ പ്രസൻസ് actually it honored us. Actually, she is very kind enough to accept our invitation and come over here the right time. And she is very busy because of her flight is on at 7 o'clock like that. So she want to leave from here. So we are cut short our speech and everything. And I wholeheartedly welcome our honorable MP Shri Priyanka ji on this occasion. ബഹുമാനപ്പെട്ട നമ്മളുടെ MP-മാരൊക്കെ ഇവിടെയുണ്ട്. ET മുഹമ്മദ് ബഷീർ സാഹിബ്, അബ്ദുൽ സമദ് സമദാനി സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ്,
ഹാരിസ് ബീരാൻ സാഹിബ് തുടങ്ങിയ ദേശീയ നേതാക്കളും എം പിമാരുമുണ്ട്. ദേശീയ ഉപാധ്യക്ഷൻ മജീദ് സാഹിബുണ്ട്. പാർലമെൻ്ററി പാർട്ടിയുടെ സെക്രട്ടറി, ഡെപ്യൂട്ടി ലീഡർ